അതൊന്നും സുഹൃത്തെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ സംഭവം ആഡിറ്റോറിയത്തിനകത്തുള്ള സംഭവം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആഡിറ്റോറിയത്തിന് പുറത്തുള്ള സംഭവം എനിക്കറിയില്ല. ഞാനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. അല്ല, എന്തൊരു സംസാരം കേട്ടു. ഞങ്ങൾ അകത്ത് മണ്ഡപത്തിനകത്ത് നിന്ന് ഞങ്ങളൊക്കെ ഒരു സംസാരം കേട്ട് എന്താണെന്ന് എത്തി നോക്കിയപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ കാര്യം ഞങ്ങൾ കണ്ടില്ല. കാര്യം ഞാൻ മണ്ഡപത്തിന് അകത്തായിരിക്കും, വെളിയിലല്ല. ഇത് വെളിയിലല്ലേ നടന്നത്. എന്നോട് ചോദിച്ചില്ല. അവിടെ എന്തെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടെന്ന് നോക്കിയാൽ എൻ്റെ നാടാണ്, ഞാൻ എന്താണെന്ന് ഈ പരാതി പറഞ്ഞ ആളിനെ തന്നെ കണ്ട് ചോദിക്കുമായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാം. പൂർണ്ണമായും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ വാഹനം കടന്നു പോകുന്ന സമയത്ത് എൻ്റെ വാഹനം പോകേണ്ടതില്ലായിരുന്നു. കാര്യം എൻ്റെ വാഹനം പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അവർ നേരത്തെ കല്യാണത്തിന് വന്നായിരിക്കും. ഞാൻ അപ്പോഴും വന്നതേ ഉള്ളൂ. വന്ന് വധുവരന്മാരെ കാണാൻ ഞാൻ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറി. അപ്പോൾ എൻ്റെ വാഹനം ഒതുക്കി പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ നിന്ന ഈ മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അവരിൽ ആരോടെങ്കിലും ഒരാളിനോട് ഇത് ചോദിച്ചിട്ട് ഇതെല്ലാം കൊടുക്കണമായിരുന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അവർക്ക് അവിടെ നിന്നവർ ആരോ ആവട്ടെ, അവർക്കറിയാം അവിടെ സംഭവിച്ചെന്താണ്. ഞാൻ മണ്ഡപത്തിനകത്ത് ആയിരുന്നു ആ സമയത്ത്. എൻ്റെ വണ്ടി അപ്പോഴും പോകേണ്ട കാര്യമില്ല. ആ സമയത്ത് ഈ പരാതിക്കാരനായിട്ടുള്ള സുഹൃത്ത് ഞാൻ മനസ്സിലാക്കി അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ആ സമയത്ത് MLAയുടെ ഡ്രൈവർ അവിടെ ഇല്ലായിരുന്നു, വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു. എൻ്റെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി നിന്നെങ്കിലല്ലേ എൻ്റെ വണ്ടിക്ക് പോകാൻ സൗകര്യം ഒരുക്കണം. പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിക്ക് ആരാ സൗകര്യം ഒരുക്കേണ്ടത്? അത് ആ പരാതിക്കാരനായ സുഹൃത്ത് തന്നെ പറഞ്ഞു. അദ്ദേഹവും മറ്റാളുകളുമായി ബന്ധപ്പെട്ട ക്ലാഷിന് അതിന് എന്നെ ഭാഗമാക്കാവേണ്ടതില്ല. ഞാൻ ഇറങ്ങി വന്ന് വണ്ടിക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, എൻ്റെ ഡ്രൈവർ പറഞ്ഞില്ല. ഞങ്ങൾക്ക് അപ്പോഴും പോവുകയും വേണ്ട. കാര്യം നമ്മൾ മണ്ഡപത്തിൽ നിന്ന് കല്യാണ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചിറങ്ങാൻ സമയമായില്ല. അതാണ് അതിൻ്റെ വസ്തുത. ഇത് അവിടെയുള്ള നാട്ടുകാർക്കെല്ലാം അറിയാം. ആ സമയം ഇതിനിടയിൽ അവിടെ എന്തോ ഒരു ക്ലാഷ് ഉണ്ടായെന്ന് പറയുന്നത് സംസാരം കുറച്ച് കേട്ടപ്പോഴാണ് ഞങ്ങൾ ഒന്ന് നോക്കിയപ്പോഴും ഈ പരാതി പറഞ്ഞ പയ്യൻ്റെ വണ്ടി മൂവ് ചെയ്യായിരുന്നു. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യായിരുന്നു. അല്ല, എന്തൊരു സംസാരം കേട്ടു. ഞങ്ങൾ അകത്ത് മണ്ഡപത്തിനകത്ത് നിന്ന് ഞങ്ങളൊക്കെ ഒരു സംസാരം കേട്ട് എന്താണെന്ന് എത്തി നോക്കിയപ്പോൾ ഈ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തെ കാര്യം ഞങ്ങൾ കണ്ടില്ല. കാര്യം ഞാൻ മണ്ഡപത്തിന് അകത്തായിരിക്കും, വെളിയിലല്ല. ഇത് വെളിയിലല്ലേ നടന്നത്. എൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് എൻ്റെ വാഹനം പോകാനാണ് എന്നുള്ള കഥ ആര് മെനഞ്ഞു എന്നുള്ളത് അധികൃതർ പരിശോധിക്കണം. എൻ്റെ വാഹനം അപ്പോൾ മൂവബിൾ ആയിരുന്നില്ല എന്നുള്ള കാര്യം ആ പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ട്. അത് സത്യമാണ്. പിന്നെ എന്താണ് ഇതിനെ വളച്ചു കെട്ടിയതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ജനപ്രതിനിധികളെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികളെ അവഹേളിക്കാൻ വേണ്ടിയായിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. എന്നോട് ചോദിച്ചില്ല. അവിടെ എന്തെങ്കിലും നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടെന്ന് നോക്കിയാൽ എൻ്റെ നാടാണ്, ഞാൻ എന്താണെന്ന് ഈ പരാതി പറഞ്ഞ ആളിനെ തന്നെ കണ്ട് ചോദിക്കുമായിരുന്നു. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് നമ്മളുമായി ബന്ധമുണ്ടെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ കയറി പോയി. രാത്രിയാണ് ചിലർ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് MLA ഒന്നും അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടി മാറ്റണമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി മാറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് അവരോട് ചോദിക്കണം. അങ്ങനെയാണ് പറയുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, മറ്റാരെങ്കിലുമായിട്ടുള്ള ക്ലാഷിന് എൻ്റെ പേര് എന്തുകൊണ്ട് വലിച്ചഴിക്കപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഞാൻ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഞാനോ എൻ്റെ ഡ്രൈവറോ ആരോടെങ്കിലും ഞങ്ങളുടെ വണ്ടിക്ക് തടസ്സമുണ്ടെന്നോ അതുകൊണ്ട് ആ വണ്ടി ഒഴിവാക്കി തന്നാലേ പോകാൻ പറ്റുള്ളൂ എന്നോ ഈ പരാതിക്കാരനോടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലുമോടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അപ്പോൾ പോകേണ്ട കാര്യമില്ല, സമയമായില്ല ഞങ്ങൾക്ക് പോകാൻ. അതെനിക്കറിയില്ല. അത് ആരാണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. എനിക്കറിയില്ല. ഞാനോ എൻ്റെ ഡ്രൈവർ ആവശ്യപ്പെടുന്നല്ലോ എൻ്റെ വണ്ടിക്ക് പോകണമെങ്കിൽ. ഇല്ല, അവർ പറയുന്നത് MLAയുടെ വണ്ടിക്ക് ക്രോസായിട്ട് കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടക്കം എടുക്കുന്നത്. അത് നിങ്ങൾ അവിടെ പോയി പിന്നെ കൃപ ഓഡിറ്റോറിയത്തിൽ പോയി അവിടുത്തെ ആരോടെങ്കിലും വണ്ടി കിടന്ന പൊസിഷനോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രോസ് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ക്രോസ് ചെയ്തിട്ടില്ല. ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ പാർക്കിംഗ് ചെയ്ത് വണ്ടി എടുത്ത് പുറത്തിട്ടാണ് ഈ വണ്ടി കടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞൊരു സംഭവം സംസാരപ്പെടുന്നത്. അതൊന്നും സുഹൃത്തെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ സംഭവം ആഡിറ്റോറിയത്തിനകത്തുള്ള സംഭവം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആഡിറ്റോറിയത്തിന് പുറത്തുള്ള സംഭവം എനിക്കറിയില്ല. ഞാനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഞാൻ കല്യാണത്തിന് വന്നിട്ട് പോയി. എൻ്റെ വണ്ടി പോകാൻ ഒരു തടസ്സം ആരും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ തടസ്സം ഉണ്ടായാലും ഞാൻ ആരോടെങ്കിലും പറയണം. ഞാൻ ആരോടെങ്കിലും പറഞ്ഞെന്ന് പറയട്ടെ. എൻ്റെ ഡ്രൈവർ ആരോടെങ്കിലും പറഞ്ഞെന്ന് ഇവരിൽ ആരെങ്കിലും പറയട്ടെ. നിങ്ങളുടെ വണ്ടിക്ക് തടസ്സം വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ടെന്ന് ആരെങ്കിലും പറയട്ടെ. ഇത് തികച്ചും എൻ്റെ വണ്ടി അവിടെ കിടന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് വളച്ചു കെട്ടി പിടിച്ചതാണ്.
അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് അധികാരികളും പരിശോധിക്കട്ടെ, നിങ്ങളെപ്പോലുള്ളവരും പരിശോധിക്കട്ടെ. എന്തുകൊണ്ട് അയാൾക്ക് പറഞ്ഞു? ഞങ്ങൾ തമ്മിൽ വേറെ പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയും ഇതും തമ്മിൽ എന്ത് ബന്ധം? ആരെങ്കിലും അറിയാവുന്നവരാണോ? അല്ലെങ്കിൽ ഏതാ മർദ്ദനമേറ്റവരോ മർദ്ദിച്ചവരോ ആരെങ്കിലും അറിയാവുന്നവരാണോ? അവിടെ നിന്ന് എല്ലാവരും എനിക്ക് ഈ വാഹനത്തിൽ പരാതിക്കാരനായ പയ്യനെ എനിക്ക് കണ്ടില്ല, ഞാൻ കണ്ടില്ല, എനിക്കറിയില്ല. കണ്ടാൽ അറിയാമായിരിക്കും, കണ്ടില്ല. ബാക്കി അവിടെ നാട്ടുകാരാണല്ലോ നിന്നത്. അവിടെ ആ പ്രദേശത്തുള്ള ഈ വരൻ്റെ ആളുകൾ, കല്യാണം വിളിച്ച ആളുകളാണ് അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അതിലെല്ലാവരും ഉണ്ടായിരുന്നു. ധാരാളം പേര് എനിക്കറിയാവുന്നവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരിൽ ആരാ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിനകത്ത് നിൽക്കുകയായിരുന്നു. ബന്ധുക്കളുമായിട്ടോ സംസാരിക്കുന്നെങ്കിലും ചെയ്തു? ബന്ധുക്കളുമായിട്ടോ വീട്ടുകാരുമായിട്ടോ എന്തിന് സംസാരിക്കുന്നു? കാര്യത്തിൽ ഇങ്ങനെ പേര് വന്നിട്ട് അല്ല, എൻ്റെ പേര് വരുത്തിയവരാണ് ഇതിന് മറുപടി പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദ്യം ചോദിക്കുകയില്ല. അതിനവർ പറയട്ടെ ഞാൻ എന്ത് ചെയ്തു. ഞാൻ ഇതിൻ്റെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഞാൻ വണ്ടിയിലെത്തിയില്ല, ഞാൻ അവിടെ അപ്പോൾ ഓഡിറ്റോറിയത്തിനകത്തായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ല, എൻ്റെ ഡ്രൈവർ ആവശ്യപ്പെട്ടില്ല. ഞാൻ ആരോടെങ്കിലും, ഈ വണ്ടിക്കാരൻ എന്നുള്ളത് പോട്ടെ, അവിടെ നിന്ന് ആരോടെങ്കിലും എൻ്റെ വണ്ടി പോകാൻ തടസ്സമുണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ ഇത് ഇങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയതാണ്. ഒരു യാഥാർത്ഥ്യമായ അതിന് അല്പം പോലും ബന്ധമുണ്ട്. എൻ്റെ വണ്ടിയിൽ ഞാനും ഒക്കെ കയറി ഇരുന്നിട്ട് ഫ്രണ്ടിലൊരു വണ്ടി കിടന്നു തടസ്സമായിരുന്നെങ്കിൽ ഓക്കെ, ഈ പറയുന്ന എല്ലാം ശരി. പക്ഷെ ഞാൻ പോകാൻ തയ്യാറായാത്ത സാഹചര്യത്തിൽ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം എനിക്ക് ഒരു അവ്യക്തമായിട്ട് നിൽക്കുകയാണ്. അത് ബന്ധപ്പെട്ട അധികൃതർ അന്വേഷിക്കണം. ഇപ്പോൾ അയാളെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടാകുകയും അത് എങ്ങനെ ഉത്ഭവിച്ചു, എന്താണ് കാര്യം, ആരുമായിട്ടാണ് അയാൾ ക്ലാഷ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരോടെ കണ്ട് ചോദിക്കണം, എം.എൽ.എയുടെ വണ്ടിക്കോ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതെല്ലാം ചോദിച്ച് മനസ്സിലാക്കട്ടെ. ഈ ചോദിച്ച് മനസ്സിലാക്കാതെ അവിടെ എന്താണ് നടന്നതെന്ന് നോക്കാതെ 250-ലേറെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നടന്ന സംഭവത്തെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ന്യായമായ സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ പറയുന്നൊരു ഭാഗം. എന്നോടൊരു വാക്ക് ചോദിച്ചില്ല. കാര്യം അല്ലെങ്കിൽ ഞാൻ തന്നെ വിശദീകരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അവിടെ നടന്ന സംഭവം ബന്ധപ്പെട്ടവരാരാ? നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അന്വേഷിക്കാം, അധികാരികൾ പോലീസോ പോലീസിന് പെറ്റീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അന്വേഷിക്കാം. അതിൽ തന്നെ ഞാനിതിൽ എന്താ എൻ്റെ റോൾ, അല്ലെങ്കിൽ എൻ്റെ വണ്ടിക്ക് എന്താ ഇതിനകത്ത് റോൾ, അത് വിശദീകരിച്ചാൽ കൊള്ളാം. എനിക്കറിയില്ല. അല്ല, എനിക്ക് പരിചയമുള്ള ധാരാളം പേരവിടെ ഉണ്ടായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു, ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ഇന്ന പാർട്ടീനെ തിരിച്ചെടുക്കാൻ കഴിയില്ല, നാട്ടുകാരാണ്. അതിലെല്ലാവരും വരുമല്ലോ. ഒരു നാട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ ഇന്ന പാർട്ടിക്കാരാണ് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നാരെന്നല്ല, എനിക്കറിയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം അവിടെ നിന്നത്. സ്ത്രീയും പുരുഷനും എല്ലാം, ചെറുപ്പക്കാരും എല്ലാം. അപ്പം അവരെ ഇന്നാരെന്ന് വരുത്തി തീർക്കുന്നത് ഇതിനൊരു ചേരുവ വരാൻ വേണ്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. അതെല്ലാം അന്വേഷണത്തിൽ ബോധ്യം വരുമല്ലോ, ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം അവിടെ അത് ബോധ്യമാകും. എൻ്റെ ഭാഗം അതൊന്നും നോക്കൽ എൻ്റെ ഭാഗമല്ല, അതെല്ലാം ബന്ധപ്പെട്ട അധികാരികൾ നോക്കണം. എൻ്റെ പേര് ഇതിനോട് എന്ത് വലിച്ചഴിച്ച് പിന്നെ മാധ്യമങ്ങളിൽ ചർച്ചയാക്കി, അത് ആണ് എനിക്കറിയുന്നത്. ഞാനിതിലെന്ത് തെറ്റ് ചെയ്തു, എൻ്റെ റോൾ എന്താ ഇതിനകത്ത്, അത് ബന്ധപ്പെട്ട ഒരു വ്യക്തമാക്കണം, കൊടുത്ത ഒരു വ്യക്തമാക്കണം. അതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഞാനല്ല എൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട എൻ്റെ വാഹനത്തിൽ തടസ്സം ഉണ്ടായിട്ടില്ല. ഇവരെ ഞാനത് പറയണം. കാര്യം എൻ്റെ വാഹനം പോകാൻ സമയമായാലും തടസ്സം ഉണ്ടാകും. ഞാനും എൻ്റെ ഡ്രൈവറും കയറിയാലും തടസ്സം നോക്കണം. അതുവരെ നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും.